മുഷാവറ ഉമർ ഫൈസി മുക്കത്തെ തള്ളി സമസ്ത. മുസ്ലിം ലീഗ് സമസ്ത ബന്ധം വഷളാക്കുന്ന പ്രസ്താവനകൾ പാടില്ല എന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇരു സംഘടനകളും അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കരുത് എന്നും സമസ്ത വാർത്താക്കുറിപ്പിൽ പറയുന്നു. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ലീഗിന് ആശ്വാസം നൽകുന്നതാണോ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാർത്താക്കുറിപ്പ്? സ്മൃതി, തീർച്ചയായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രചാരണം കനക്കുന്ന സമയത്ത് ഏറെ ആശ്വാസകരമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഉമർ ഫൈസി നടത്തിയ പ്രസ്താവനകളടക്കം മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവനയൊക്കെ പൂർണ്ണമായും തള്ളുന്ന ഒരു തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ, അതുപോലെ തന്നെ സംസ്ഥാന ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ വാർത്താക്കുറിപ്പുമായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ ആരെയും തന്നെ സമസ്ത ചുമതലപ്പെടുത്തിയിട്ടില്ല. വലിയ തോതിൽ പൊന്നാനിയും മലപ്പുറത്തുമടക്കം സമസ്തയുടെ പേരിൽ തന്നെ വലിയ രീതിയിൽ പ്രവർത്തനം നടന്നിരുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എതിരായിക്കൊണ്ട് സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധരായിട്ടുള്ള നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ പ്രവർത്തനം നടന്നിരുന്നു. എന്നാൽ ഇതിനെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും സമസ്ത തള്ളുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊന്ന്, മുസ്ലിം ലീഗും സമസ്തയുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് ഈ വാർത്താക്കുറിപ്പിൽ അടിവരയിടുന്നു എന്നുള്ളതും ഏറെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏറെ പ്രാധാന്യം തന്നെയാണ്. കാരണം ഇത് എഴുതിയിരിക്കുന്ന വാക്കുകൾ അങ്ങനെ തന്നെയാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള, അതുപോലെ തന്നെ സമസ്ത ലീഗിന്റെയും അണികളും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധമുണ്ട്. അതിന് തകരാറുണ്ടാക്കുന്ന പ്രവൃത്തികളോ പ്രചാരണങ്ങളോ ഒന്നും തന്നെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നും ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം വന്ന തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ നേതൃത്വത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ പ്രതികരിക്കാൻ സമസ്തയുടെ നേതൃത്വം തയ്യാറായിരുന്നില്ല. നേരത്തെ ഇതുപോലെ തന്നെ സമസ്തയുടെ പേരിൽ പൊന്നാനിയിലടക്കം പല ആളുകൾക്കും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോൾ എത്തിയിരുന്നു. പക്ഷേ ഈ ഫോൺ കോളുകളെ തള്ളിക്കൊണ്ട് SKSFന്റെ നേതൃത്വം ജിഫ്രി തങ്ങളും വാർത്താക്കുറിപ്പ് നൽകുകയും ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് മുക്കം ഉമർ ഫൈസിയെ പോലുള്ള സമസ്തയുടെ ഒരു മുഷാവറ അംഗം തന്നെ ഇടതുപക്ഷത്തെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിന്തുണച്ചും അതുപോലെ തന്നെ ലീഗിനെതിരെയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിനെതിരടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയും രംഗത്ത് വന്നിരുന്നു. PM A സലാമിന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റമടക്കമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിന് പിന്തുണ കൊടുക്കുന്നതിന് പകരം മുസ്ലിം ലീഗും സമസ്തയുമായും ഒരു പ്രത്യേക ബന്ധം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇലക്ഷന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്ക്വാഡ് വർക്ക് നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പുമായി സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ രംഗത്തെത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ ജിഫ്രി തങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നായിരുന്നു ഏറെ എല്ലാവരും രാഷ്ട്രീയമായി തന്നെ ഏറെ അത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ പ്രധാനമായും പരിശോധിച്ചിരുന്ന ഒരു കാര്യം. കാരണം നേരത്തെ PM A സലാമിന്റെ പരാമർശങ്ങൾ, ജിഫ്രി തങ്ങൾക്കെതിരെയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രീതിയിലേക്ക് മാറുന്നതിന് ഒരു കാരണമായിരുന്നു. പിന്നീട് CIC വിഷയം അഥവാ വഫിയ അതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ തന്നെ വലിയ തോതിൽ ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിലവിലുണ്ടായ മുക്കം ഉമർ ഫൈസിയുടെ അടക്കമുള്ള വാക്കുകളെ തള്ളിക്കളയാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ സമസ്ത ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. മറിച്ച് നിലവിൽ ഇപ്പോഴും സമസ്തയും ലീഗും തമ്മിൽ ചില ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇലക്ഷന് അത് മുസ്ലിം ലീഗിനെ ദോഷകരമായി ബാധിക്കരുത് എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു റിലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, പൊന്നാനിയിലടക്കം വലിയ രീതിയിൽ ഇത് ചർച്ചയായി എന്നുള്ളതാണ്. പൊന്നാനി മണ്ഡലത്തിൽ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അത് സമസ്തയുടെ നോമിനിയാണ് എന്നുള്ള പ്രചാരണം നടന്നിരുന്നു. KS ഹംസ തന്നെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ സമസ്ത അടക്കമുള്ള പല മുസ്ലിം സംഘടനകളെയും പിന്തുണയോടെ തന്നെയാണ് താൻ മത്സരരംഗത്തേക്ക് വന്നു എന്ന് KS ഹംസയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഉമർ ഫൈസി അടക്കമുള്ള നേതാക്കൾ ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ലീഗ് നേതാക്കൾ തയ്യാറാകുകയും ചെയ്തില്ല. കാരണം മറുപടി പറഞ്ഞ് വിഷയം വലുതാക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോവുകയും ചെയ്തു. ഇന്ന് സ്വാധികാര ശാബ്ദങ്ങൾ നമ്മുടെ ചോദ്യത്തിന് തന്നെ നൽകിയ മറുപടി, സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന പ്രചാരണം അത് അത്ര ഗൗരവമായി കാണേണ്ടതില്ല. അത് ജനങ്ങൾക്കറിയാം, ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾ അതിനനുസരിച്ച് ജനവിധി എഴുതുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയ മറുപടി. ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലീഗിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ രംഗത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തോട് അടുക്കുന്നു എന്ന് എല്ലാവരും വിമർശിക്കുന്ന, മുസ്ലിം ലീഗ് അടക്കം വിമർശിക്കുന്ന ജിഫ്രി
തങ്ങൾ അടക്കമുള്ളവർ തന്നെയാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് പിന്തുണ നൽകുന്ന തരത്തിൽ, അഥവാ ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക, ഇത്തരത്തിലൊരു റിലീസുമായി വരുന്നു എന്നുള്ളത് ഏറെ അപൂർവമായ ഒരു കാഴ്ച തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം അത്രത്തോളം ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും പരസ്പരം ഭിന്നതയിലാവുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പല വിവാദങ്ങളിലായി ഉണ്ടായിരുന്നത്. ഏക സിവിൽ കോഡ് വിഷയത്തിലടക്കം ഇടതുപക്ഷവുമായി വേദി പങ്കിടുന്നതിലൊക്കെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും രണ്ട് തട്ടിലായിരുന്നു. NRC CAA വിഷയങ്ങളിൽ ആൽക്കുട്ടി മുസ്ലിയാരും ജിഫ്രി തങ്ങളും പിണറായി വിജയനോടൊപ്പം വേദി പങ്കിട്ടതിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വലിയ അമർഷമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിഫ്രി തങ്ങളും ആൽക്കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ സമസ്ത ട്രഷററായിട്ടുള്ള കൊയ്യോട് ഉമർ മുസ്ലിയാർ, അതുപോലെ നേരത്തെ വാഫിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കോളേജിൽ വെച്ച് വിദ്യാർത്ഥികൾ തടഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ വിവാദമായ MT അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള നേതാക്കളെ ഇപ്പോൾ സംയുക്തമായിക്കൊണ്ട് സമസ്തയുടെ ഔദ്യോഗിക നിലപാടായിക്കൊണ്ട് ലെറ്റർ പാഡിൽ തന്നെ ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ സമസ്തയുടെ ഒരു വിഭാഗം തന്നെ യുവ നേതാക്കൾ നേരത്തെ ജിഫ്രി തങ്ങളുടെ അടക്കം പിന്തുണയോടെ സമസ്തയിൽ പ്രവർത്തിച്ചിരുന്ന ചില ആളുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു പൊന്നാനിയിൽ ഇത്തരത്തിൽ സ്ക്വാഡ് വർക്ക് നടന്നിരുന്നത്. KSMസയ്ക്ക് അഥവാ മുസ്ലിം ലീഗിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണം, അതിനുവേണ്ടി പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചായിരുന്നു സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിരുന്നത്. അതിനി എന്താവും, അതിന്റെ ഭാവി എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഉമർ ഫൈസി മുക്കത്തിനുള്ള ഒരു താക്കീതായി കൂടി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന വാർത്താക്കുറിപ്പിനെ കാണേണ്ടി വരും. ഏതായാലും ലീഗിന് ആശ്വാസമാകുകയാണ് ഈ വിഷയത്തിൽ. സമസ്തയിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ ആണ് ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തരുത് എന്നൊരു വാർത്താക്കുറിപ്പിലൂടെ സമസ്ത നേതൃത്വം തടയിട്ടിരിക്കുന്നത്.